ഹലോ, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെറ്റ് അനദർ വ്ളോഗ്. അപ്പം എന്താ പറയുക, കുറച്ചുകൂടെ ആയി വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട്, ബട്ട് ഞാൻ ഭയങ്കര ലേസി ആയിട്ട് വീട്ടിലിരിക്കുമായിരുന്നു. ഐ ഡോണ്ട് നോ വൈ, സം ടൈം ഇറ്റ് ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ ഇരുന്നപ്പം ഐ തോട്ട് മേക്കിംഗ് ചിക്കൻ പിക്കിൾ. എനിക്കത് ഭയങ്കരമായിട്ട് ക്രേവിംഗ് ആയിട്ട് കുറേ ഡേ ആയിട്ട്. എന്താ കാരണം അറിയോ, ഈ ഇൻസ്റ്റയിൽ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെയും അവർ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ ഫുഡ് റിവ്യൂ ചെയ്യുന്നവരുടെയൊക്കെ വ്ളോഗ് കണ്ടിട്ട് ഇങ്ങനെ ക്രേവ് ചെയ്യുക. അതാണ് എൻ്റെ മെയിൻ ഹോബി. എന്നിട്ട് പറ്റുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും. ഈ നാട്ടിലിരുന്ന് ഇവരിങ്ങനെ നല്ല നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിടും. നമുക്ക് ഈ പ്രവാസികൾക്ക് അതെന്തോ സഹിക്കുന്നു. ഞാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അപ്പം കുറച്ച് ഡേ ആയിട്ട് ഇങ്ങനെ ഭയങ്കര അപ്പം ഒരു ചേച്ചി ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു, ചിക്കൻ പിക്കിൾ. നല്ല ഈസി ആയിട്ട്, ഈസി അല്ല, കാണുമ്പോൾ ഈസിയാണ്, ഉണ്ടാക്കുമ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല കൊതി വന്നു. അപ്പം ഞാൻ അനിയത്തോട് പറയുകയും ചെയ്തു നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പം കുറച്ച് ഡേ ആയിട്ട്, ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 1 week വി ആർ പ്ലാനിങ്. പക്ഷേ മടിയാണല്ലോ മെയിൻ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇതൊരു ഇന്ന് എന്തായാലും ഉണ്ടാക്കി തീരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഈവനിങ് ആയി, കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഈവനിങ് ആയി, അപ്പോൾ ഇപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ചു, ഒരു ചായയൊക്കെ ഉണ്ടാക്കി. നല്ല ഇഞ്ചിയിട്ട ചായയാണ്. ഞാൻ ചായ കുടിക്കും, കോഫി ഇഷ്ടമാണ്, ചായ കുടിക്കും, അങ്ങനെയല്ല. എനിക്കിങ്ങനെ ഈ ഡയറി പ്രോഡക്ട്സ് ലൈക്ക് ബട്ടർ, നെയ്യ്, ഇങ്ങനത്തെ മിൽക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചായ എന്ന് പറഞ്ഞാൽ ഒരു മൂഡ് അനുസരിച്ചിരിക്കും. ചില സമയത്ത് എനിക്ക് നല്ല ബ്രൂ കോഫി അത് കുടിക്കാൻ തോന്നും, ചില സമയത്ത് നല്ല ഇഞ്ചിയും മേലൊക്കെ ഇട്ട് നല്ല ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ചായ കുടിച്ച് അപ്പോൾ അതൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ മാർക്കറ്റില്ല, കടയിൽ പോകുന്നതും ഒക്കെ ഞാൻ എടുക്കാം, വ്ളോഗ് എടുക്കാം. എന്നിട്ട് നമുക്ക് വന്നിട്ട് അത് പ്രിപ്പയർ ചെയ്യാം. ലൈക്ക് സാധനങ്ങളൊക്കെ എന്താ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ എല്ലാം ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങണ്ട. ചിക്കനും പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് അതൊക്കെ ഇറങ്ങാം. എൻ്റെ അമ്മ ഈ വ്ളോഗ് കാണുമ്പോൾ എന്തായാലും ഓർക്കും, അവൾ ചിക്കൻ വാങ്ങാൻ പോകുമ്പോഴേ എത്ര ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതെന്ന്. എൻ്റെ അമ്മ ഇച്ചിരി ഈ ലിപ്സ്റ്റിക് വിരോധിയാണ് കേട്ടോ. അമ്മ ഇടത്തില്ല, ഞാനൊക്കെ ഇട്ടാലും പറയും അവൾ ലിപ്സ്റ്റിക്ക് വാരി തേച്ചിറങ്ങിയേക്കുന്നുള്ള രീതി. അങ്ങനെ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല രീതി ഇങ്ങനെ ഒരുങ്ങി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിലിരിക്കുമ്പോഴും ഇതുപോലെ എന്ത് ചെയ്യുക, ചിലപ്പോൾ വീട്ടിൽ ചുമ്മാ ഒന്നും ഒരു പണിയില്ലാതെ ഇരിക്കുമായിരിക്കും. പെട്ടെന്ന് ഞാൻ പോയി കുറച്ച് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും എടുത്തിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കണ്ണാടി നോക്കി ഐ അഡോർ മൈ സെൽഫ്. ഗൈസ്, എനിക്ക് ചിക്കൻ കട ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അതൊരു ലോക്കൽ ഇതുപോലെ കടയാണ്. അപ്പം അവിടെ കള്ള് കുടിച്ച് കുറേ ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ടായി. സോ ഐ ഡിഡ്ന്റ് ഫെൽറ്റ് ലൈക്ക് സെക്യൂർ ടു ടുക്ക് മൈ ഫോൺ ഔട്ട് ഓഫ് മൈ പോക്കറ്റ്. സോ എനിക്ക് കുറച്ച് പേടിയായി, അപ്പം ഞാൻ എടുത്തില്ല. അപ്പം എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഓഷ്യൻ എന്നാണ് ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. ഇതൊരു വലിയ സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾ എപ്പോഴും മന്ത്ലി ഗ്രോസറീസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് വരുന്നത്. ഗൈസ്, ഞാനങ്ങനെ വീട്ടിലെത്തി, ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചിക്കനൊക്കെ കഴുകി സെറ്റാക്കിയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ എങ്ങോട്ടോ നോക്കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഗൈസ്, ഞാനങ്ങനെ അടുക്കളയിൽ എത്തി. അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ അങ്ങോട്ട് ഉഷാറായിട്ട് തുടങ്ങാം. മുടി ഫുഡിനകത്ത് വീഴായിരിക്കും, അത് തന്നെ മുടി കെട്ടിയിരിക്കാം. ഗൈസ്, പിന്നപ്പം അങ്ങനെ ചിക്കൻ അരിയുമാണ്. ചിക്കൻ നമ്മളിങ്ങനെ കുഞ്ഞായിട്ട്, ഇത് ഞാൻ മറ്റേ ബോൺലെസ് പീസാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. നമുക്കിങ്ങനെ ബ്രസ്റ്റ് പീസ് വാങ്ങാൻ കിട്ടും, കണ്ടോ. അപ്പോൾ ഒരു കുറച്ച് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം അത് ഇതുപോലെ കുഞ്ഞു പീസ്, നമ്മുടെ ഈ എന്താ കഷ്ണം മീൻ നമ്മൾ ഇതാക്കത്തില്ലേ, മീനച്ചാർ ഇടുന്ന പോലെ തന്നെ നമ്മളിത് കുഞ്ഞു പീസായിട്ട് ഈ പറഞ്ഞ പോലെ മുറിച്ച് എടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഞാൻ വൃത്തിയാക്കി കഴുകി ലൈക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഭയങ്കര കഴുകിയിട്ട് ഒരു വെള്ളം പോകുന്നില്ല. അപ്പം ഇനി ഇതിലോട്ട് എന്ത് ചെയ്യണം, ഇച്ചിരി മുളക് പൊടി. ഇതൊരു ഭയങ്കര ഏരിയ, എനിക്കറിയത്തില്ല ഇത് എന്തൊരു മുളക് പൊടിയാണ്, കാശ്മീരി ആണോ എന്നാന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് വാങ്ങിയതാണ്, പക്ഷേ നല്ല ഏരിയ. അതുകൊണ്ടൊരു തുള്ളിയേ ഇടുന്നുള്ളൂ. ഒരു തുള്ളി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരിച്ചിരി ഗരം മസാല ഉണ്ട്. ഇതിട്ട് പുരട്ടി വെക്കാം, എന്നിട്ട് വറുത്തിട്ട് വേണമല്ലോ നമ്മൾ അച്ചാറുണ്ടാക്കാൻ. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി കുറച്ചധികം അരിഞ്ഞ് വെക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് പുരട്ടി കുറച്ച് നേരം വെക്കാം. ആക്ച്വലി ഇതൊരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ പുരട്ടി വെക്കണം കേട്ടോ. അരമണിക്കൂറോ 1 മണിക്കൂറോ അറിയാലോ. എത്രയും പുരട്ടി വെക്കുന്നോ എത്ര ടൈം എടുക്കുന്നോ അത്രയും നല്ല ഇതായിട്ട് പിടിക്കും. ഇത് കണ്ടോ, ഒരു കളർ തോന്നാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുളക് പൊടി ഒന്നും അധികം ചേർത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഭയങ്കര എരിവാണ് മുളക് പൊടിക്ക്, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയെ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്.
കളർ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇതുണ്ടോ, അതിൽ നിന്ന് ഒരു ഇച്ചിരി ചിക്കൻ ഞാൻ മാറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ഇതിപ്പോൾ ഒരു കറിക്കോ ഒരു ചിക്കൻ വറക്കാനൊക്കെ ഉള്ളതായി. ഇതെൻ്റെ അമ്മ പഠിപ്പിച്ച കേട്ടോ. അമ്മ എപ്പോഴും ചിക്കനോ മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പം ഇപ്പം കുറച്ചേ ഉള്ളെങ്കിലും അതിൽ നിന്നൊരു പങ്ക് കുറച്ച് ഇതേ ഒരു പിടിയുള്ളൂ, ഒരു പിടിയാണെങ്കിൽ മാറ്റി വെക്കും. പിന്നീട് അത് ഉച്ചക്കത്തേക്കൊരു ഇപ്പോൾ ഒരു കറിക്കോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പം ഞാനും എപ്പോഴും ഇങ്ങനെ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യുക, കുറച്ച് മാറ്റി വയ്ക്കും. അപ്പം അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്, പുരട്ടി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിക്കാം. അപ്പോഴത്തേ ഞാൻ ഒരു ഇഞ്ചി ഒരു വെളുത്തുള്ളി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് അത് പതുക്കെ പൊളിക്കാം. വലിയത് കുറച്ച് പാടാ ഇതിൻ്റെ. നമ്മുടെ നാട്ടിൽ ചെറുതല്ലേ അല്ലി, ഇത് കുറച്ച് വലിയ അല്ലിയ. ചിലപ്പോൾ നാട്ടിൽ ഇങ്ങനെ വലിയത് കിട്ടാറുണ്ട്, പക്ഷേ യൂഷ്വലി കണ്ടുവരുന്നത് ചെറുതാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ വലുത്. ഓക്കെ, അപ്പം ഞാനിതിരുന്ന് പൊളിക്കാം. അപ്പം നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി പൊടിച്ചെടുക്കണം. അപ്പം കുരുമുളക് പൊടിയില്ല, അതിന് പകരം കുരുമുളകുണ്ട്. അപ്പം അത് പൊടിച്ചെടുക്കണം. കണ്ടോ, പ്രാചീന കാലത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെയാണ്, മിക്സി ഒന്നുമല്ല, നമ്മൾ പ്രാചീന കാലത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ പൊടിച്ചെടുക്കുവാണ്. അങ്ങനെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതേ നല്ല ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വറുത്തരച്ച ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ഗരം മസാല. ഞാൻ ഇവിടെ അച്ചാർ പൊടി ഒന്നും ചേർക്കുന്നില്ല, കാരണം എനിക്ക് ഇല്ല. സോ വീഡിയോക്കകത്ത് പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഓ, ഐ ഫോർഗോട്ട് വൺ തിങ്, കരിയാപ്പില വേണം. ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ കരിയാപ്പിലയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കരിയാപ്പിലക്കൊക്കെ പൊന്നും വിലയാണ്. ഇത് എൻ്റെ ഇവിടെ വീട്ടിലുള്ള വേറൊരാളുടെ അടുത്തുനിന്ന് കട എടുത്തതാണ്. സോ അങ്ങനെ അപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഒരു പാൻ എടുക്കുക. നമുക്കതിപ്പോൾ ചിക്കൻ വറക്കണമല്ലോ. ചിക്കൻ വറുത്ത ശേഷം ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ മറ്റേ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് മൊത്തം കൂടിയിട്ട് അങ്ങ് വറക്കും. കുറച്ച് കുറച്ചായിട്ടൊന്നും എനിക്കിനി. അത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ ആവാം. ലിൻഡിൻ്റെ ചോക്ലേറ്റാണ്. ലിൻഡിൻ്റെ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഏറ്റവും എനിക്കിഷ്ടം ഡയറി മിൽക്ക് അതൊക്കെ തന്നെ ആണെങ്കിലും ലിൻഡിൻ്റെ ചോക്ലേറ്റ് അതൊരു വേറെ തന്നെ. ഏറ്റവും ലിൻഡിൻ്റെ എനിക്ക് ഫേവറേറ്റ് മറ്റേ റെഡ് പാക്കേജിൽ വരുന്നതാണല്ലോ, റെഡ്. അതെനിക്ക് ഭയങ്കര, അത് വായിലിട്ടാൽ അതങ്ങ് അലിഞ്ഞു പോകും, അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇത് തൽക്കാലം കഴിക്കാം. ഇതാണോ, ഭയങ്കരമായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് ചിക്കനിൽ നിന്ന്. നമ്മൾ അച്ചാറിടാൻ പോവാണ്. ചിക്കൻ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ചത് പകുതിയായി. ടേസ്റ്റ് നോക്കി. അപ്പം നമുക്ക് ബപ്സി ഇവിടെ വന്നിട്ടുണ്ട് ചിക്കൻ്റെ വറുക്കുന്ന മണം കേട്ടിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ചിക്കൻ ഉണ്ടാക്കിയ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ അച്ചാറിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, സോറി, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഏറെ ചേർക്കുന്നുണ്ട്, കാരണം ചിക്കൻ അധികമില്ല ഗൈസ്. അപ്പം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എങ്ങനെ ചേർക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ കുക്കിംഗ് ചാനലൊന്നും അല്ല എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഇംപെർഫെക്റ്റ് രീതിയിലും ചിലപ്പം പെർഫെക്റ്റ് ആകും. നത്തിങ് ഈസ് പെർഫെക്റ്റ് ആകത്തില്ല, കുറച്ച് എൻ്റേതായിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ വരും. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പ്രൊഫഷണൽ രീതിയിലൊന്നും അല്ല. ഇപ്പം തന്നെ അത് നോക്ക്, എണ്ണ ചൂടായിട്ടില്ല ഗൈസ്. അതിന് മുമ്പെയാണ് ഞാൻ എന്ത് ചെയ്തത്. പക്ഷെ ഐ ട്രൈ കേട്ടോ. ഞാൻ എന്താണെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ ട്രൈ ചെയ്യും. അതിപ്പം പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും ഐ ട്രൈ. ഇതിപ്പം മറ്റേ മോട്ടിവേഷണൽ വീഡിയോ ആയി പോവല്ലോ. ഇപ്പോഴാണ് ചൂടായത് കേട്ടോ.
അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പില ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കരിയാൻ തുടങ്ങി. അന്നേരം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. ഞാനിവിടെ എല്ലാം ഈ ഒരു അളവിന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പം അതനുസരിച്ച് നിങ്ങൾ പൊടികളെല്ലാം ഇവിടെ എല്ലാം ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ദൈവത്തിനറിയാം എങ്ങനെയായി തീരുമെന്ന്. അനിയത്തിയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഞാനിന്ന് ചിക്കൻ റെഞ്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി വലിയ കൊതിയോടായിരിക്കും വരുന്നത്. ഞാനിവിടെ മറ്റേ ഈ സാധനം പരീക്ഷിച്ചേ എങ്ങനെയായി തീരുമെന്ന് അറിയാതെ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇതിൻ്റെ ആദ്യത്തെ അവസാനത്തെ അച്ചാറാണോ എനിക്കറിയത്തില്ല. പിന്നെ ഇത് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ്. ഇങ്ങനെയൊക്കെയാണോ ദൈവമേ, കത്തുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില്ലേ എണ്ണ കൂടി പോയെന്ന് തോന്നുന്നല്ലോ. എന്നാണെങ്കിലും കൊള്ളാം, സംഭവം എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇനി ഇളക്കി എടുത്താൽ മതി. കുറേ നേരം ഇതിങ്ങനെ ചിരിക്കണോ. അതിനകത്ത് പുള്ളിക്കാരത്തി ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാ ഇങ്ങനെ എടുത്തത്, നല്ല ഭംഗിയായിട്ട് അങ്ങനെ. അപ്പം ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായെന്ന് തോന്നുന്നു. എനിക്കറിയാൻ മേല. എനിക്കങ്ങനെ പുളി അച്ചാറിൻ്റെ ആ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ആ ഒരു എന്തോ ഒരു ഫസ്റ്റ് ട്രൈ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ നത്തിങ് ഈസ് പെർഫെക്റ്റ് അല്ലേ, അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം തൽക്കാലം. എന്നായാലും ഒപ്പിച്ച് ഇത്രയൊക്കെ നോക്കിക്കേ. ആ ഒരു എക്സാക്റ്റ് അച്ചാറിൻ്റെ ലുക്ക് കിട്ടിയില്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ഇനിയിപ്പോൾ അനീതി വരുമ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം എന്ത് പറയുമെന്ന് അറിയില്ല. ഓക്കെ, എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ അച്ചാർ? അനോണിമസ് ആണ് കേട്ടോ, മുഖം കാണിക്കത്തില്ല. നന്നായിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു, എന്നാലും ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് നമുക്ക് മാനിക്കാം അല്ലേ. ഇനിയും എന്തായാലും ഇതുപോലത്തെ അച്ചാർ വേണോ? വേണ്ട 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 വേണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കഴിക്കാം. ഞങ്ങൾ പിന്നെ തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു ലഘു വീഡിയോ ആയിരുന്നു. അപ്പം അടുത്ത വ്ളോഗുമായിട്ട് ഇനിയും ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം ബൈ.